അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബീഹാറിലെ കത്തിഹാറിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു പ്രശ്നവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത്. അഹമ്മദാബാദ് പ്രദേശത്തെ വെള്ളപ്പൊക്കം കാരണം വളരെ പ്രയാസം അനുഭവിക്കുകയാണ് അവിടുത്തെ വളരെ ദരിദ്രാവസ്ഥയിലുള്ള ആളുകൾ. ദരിദ്രാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമാണ്. വലിയ ജന്മിമാരുടെ നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്ത് അവരുടെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന, പുൽ കൊണ്ടും ഓല കൊണ്ടും മുടഞ്ഞ കുടിലുകളിൽ ജീവിക്കുന്ന മനുഷ്യരാണിവർ. വലിയ അംഗങ്ങളുള്ള ഫാമിലി പോലും ചെറിയ കുടിലുകളിൽ സാരി കൊണ്ട് മറച്ച റൂമുകളിലാണ് ജീവിച്ചു പോരുന്നത്. ഇവരുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ ജന്മിയുടെ പാടങ്ങളിലുള്ള നെല്ലുകളിൽ നിന്നും മറ്റും കിട്ടുന്ന ചെറിയ വരുമാനം മാത്രമാണ് ഇവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ളത്. ഈ ആളുകൾക്കിടയിലേക്കാണ് വെള്ളം ഇരച്ചെത്തിയത്. ഏകദേശം ഞങ്ങളുടെ വളണ്ടിയർമാർ ഷെൽട്ടറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ സഹകരിച്ചു പോരുന്ന അതേ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 200ഓളം വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയിട്ടുണ്ട്. ആ പ്രദേശത്ത് വളരെ ദരിദ്രമായ സാഹചര്യമാണുള്ളത്. അവരെ മറ്റ് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭക്ഷണത്തിന് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ അരിയും പച്ചക്കറികളും എണ്ണയുമൊക്കെ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അവരുടെ വീടുകളിലേക്ക് ഈ മഴയത്ത്, കനത്ത മഴയാണ്, അതോടൊപ്പം വെള്ളം നന്നായിട്ട് നദികളിലൊക്കെ ഇരച്ച് കയറിയിട്ട് വീടുകളിലേക്കൊക്കെ എത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വീടിന് മുകളിൽ ഒരു ടാർപോളിൻ എങ്കിലും വലിച്ചു കെട്ടാൻ സാധിക്കുമോ എന്ന് അവർ ചോദിച്ചിരുന്നു. അതേപോലെ ടെമ്പററി ഷെൽട്ടറുകളായി തൊട്ടപ്പുറത്തൊക്കെ ഇവർക്ക് മാറി താമസിക്കണമെങ്കിൽ ടാർപോളിൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കണക്കെടുപ്പ് അവരോട് ഉടൻ തന്നെ നടത്താൻ അവരോട് ആവശ്യപ്പെട്ടു. ആ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര സഹായം എന്നുള്ള രീതിയിൽ ഈ കുടുംബങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നല്ല ജീവിത സാഹചര്യങ്ങൾ പടച്ചവൻ തന്നെ അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ മെസ്സേജ് കാണുന്ന ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഈ സഹായം എത്തുന്നതിന് വേണ്ടി ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.